ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണു കുഞ്ഞ് ചായക്കായിരിക്കും വിളിക്കുന്നത്. അമ്മേ, അമ്മ. അല്ല ശാന്തേച്ചി, അല്ല കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഇവിടെ അവിടെ നിർത്തേ, ഇവിടെ വന്ന് കയറി. എന്റെ സ്വന്തം ഹോട്ടൽ പോലെയാ ഞാനിത് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഇനി ഞാൻ ഇങ്ങോട്ടില്ല, ഞാൻ പോവുക. പോകുന്നത് വേദനയോട് കൂടി തന്നെയാ. എനിക്ക് അത്ര പെട്ടെന്ന് ഈ കടയും നിങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. വരട്ടെ ശാന്തിച്ചി. ശാന്തിച്ചി, എന്തിനാ അമ്മ ഇങ്ങനൊരു സങ്കടം കൂടി കാണാനുള്ള ഇടവരുത്തുന്നത്? അല്ലെങ്കിലും ആരെന്ത് ചെയ്താലും കുറ്റം എനിക്കാണല്ലോ. പോകുന്നവരൊക്കെ പോവും, നിക്കുന്നവരൊക്കെ നിക്കും. എന്താടി, നിങ്ങൾക്ക് ആർക്കെങ്കിലും പോണോ? എന്നാ നിങ്ങളും വെക്കോ. എന്നാലും കുടുംബശ്രീ ഹോട്ടൽ പൂട്ടിക്കാന്ന് ഒരാളും വിചാരിക്കണ്ട. അമ്മേ, അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. ആ മുറ എവിടെയാ വച്ചത്? ഒന്ന് എടുത്തെടുത്ത് വെക്കില്ല. അതാ ഈ ശാന്തയുടെ കുഴപ്പം. ആ വീട്ടിനകത്ത് എവിടെയെങ്കിലും കാണും. ശാലിനി അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇവിടെ വരുന്ന പ്രതീക്ഷയില്ല. എവിടെയാണെങ്കിലും നമുക്ക് ശമ്പളം കിട്ടിയാ പോരെ? അത് പോരല്ലോ. ചെയ്യുന്ന ജോലിയുടെ ഒരു കൂറ് വേണ്ടേ? എല്ലാ ജോലിക്കും മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. ഇപ്പൊ കാണിച്ച പരിപാടി കുറച്ച് മോശമായി പോയി. അല്ല, അത് പിന്നെ ഞാൻ ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. വിഷ്ണു, അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ജോലി ചെയ്യട്ടെ. നീ ഇതിൽ ഇടപെടണ്ട. അല്ല, എന്നാലും അമ്മ അങ്ങനെ അല്ലല്ലോ. നീ ഇതിൽ ഇടപെടണ്ട. അല്ല, രാഘവേട്ടൻ ഇവിടെ? ഞാൻ വരുമ്പോ വാദിക്കിരിക്കണ്ടായിരുന്നു. എന്തേ? അവിടെയും കാണാനില്ല, മുറിയിലും ഇല്ല. അമ്മ, അച്ഛാ. അയ്യോ, എന്തൊരു കഷ്ടമാണേ. അച്ഛാ, അച്ഛാ. ഇനി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടാവോ? ഞാനൊന്ന് നോക്കട്ടെ. അച്ഛാ, അച്ഛാ. രാഘവേട്ടാ, രാഘവേട്ടാ. അച്ഛാ.